നമസ്കാരം, വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചിലർ ചുണ്ടങ്ങയെ പറ്റി ചോദിക്കുന്നുണ്ടായി. അപ്പോൾ വൃന്ദാവനത്തിൽ ധാരാളം ചുണ്ടങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. വൈൽഡ് ബ്രിഞ്ചാൽ, ടർക്കിഷ് ബെറി എന്നൊക്കെയാണ് ഇതിനെ പറയുക. നമ്മുടെ വഴുതിനങ്ങയുടെ വർഗത്തിൽ പെട്ടതാണ്. കുലകുലയായി ധാരാളം ഉണ്ടാവുന്ന ഒന്നാണ്. ഇത് ശരിക്കും സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വേര് ഉപയോഗിക്കും. പിന്നെ ഇതാ ഈ ചുണ്ടങ്ങ തോരൻ വെച്ചാൽ നല്ല സ്വാദാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ചതച്ച് അതിനുള്ളിൽ അരി കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് ഒന്നുകിൽ അമ്മയും വെച്ച് അല്ലെങ്കിൽ മോട്ടറിലിട്ടിട്ട് ഒന്ന് ചതച്ച് വെള്ളത്തിലിടുക. അപ്പോൾ അതിൻ്റെ അരിക്കും 2-3 വട്ടം കഴുകി അങ്ങനെ ശുദ്ധീകരിച്ചെടുത്തിട്ട് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. കൂടാതെ പണ്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ചുണ്ടങ്ങ കൊണ്ടാട്ടം കഴിക്കാൻ നല്ല സ്വാദാണ്. ഈ വേനൽക്കാലത്തൊക്കെ ചുണ്ടങ്ങ നമ്മൾ ഇതുപോലെ അരി കളഞ്ഞ് ഉപ്പൊക്കെ ചേർത്ത് കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചാൽ നല്ല സ്വാദാണ്. നമുക്ക് വർഷക്കാലത്ത് മഴക്കാലത്ത് ഉണ്ടാക്കി വെച്ചാൽ വർഷക്കാലത്ത് സുഖമായിട്ട് ഉപയോഗിക്കാം. ഇനി പറഞ്ഞുല്ലോ, അത് വഴുതിനയുടെ വർഗത്തിലാണ് പറഞ്ഞല്ലേ. ചുണ്ടങ്ങ തന്നെ പുണ്യാഹ ചുണ്ട കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഹൈന്ദവർ പുണ്യാഹം ഉണ്ടാക്കുമ്പോൾ ക്ഷേത്രശുദ്ധി അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ട് പുണ്യാഹം ഉണ്ടാക്കുമ്പോൾ പുണ്യാഹ ചുണ്ട അത് വേറെയാണ് കേട്ടോ. ഇത് നമ്മുടെ ചുണ്ടങ്ങ, ചെറുചുണ്ട എന്നൊക്കെ പറയും. ഈ പുണ്യാഹ ചുണ്ടയുടെ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ ചുണ്ടപ്പൂ എടുത്തിട്ടാണ് കഥകളിക്ക് കണ്ണ് ചോപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. ചുണ്ടയുടെ കറയും ചേർത്തിട്ടൊരു കൂട്ടാണത്. അപ്പം ചുണ്ടപ്പൂവാണ് ഇന്നത്തെ കുട്ടികൾക്ക് അധികം നിശ്ചയമുണ്ടാവില്ല. കഥകളിക്ക് കണ്ണ് ചോപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം ചുണ്ടപ്പൂവാണ്. ഇനി തീർന്നില്ല കേട്ടോ നമ്മുടെ ചുണ്ടങ്ങ വിശേഷങ്ങൾ. ഈ ചുണ്ടങ്ങയിൽ ആൽക്കലോയിഡുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ ആൽക്കലോയിഡുകൾ നമ്മുടെ ഞരമ്പുകളിലൂടെയുള്ള രക്തപ്രവാഹം കൂട്ടും. അങ്ങനെയാകുമ്പോൾ ഇത് കണ്ണിൽ വയ്ക്കുമ്പോൾ എന്താണ്, അപ്പോൾ ഞരമ്പുകൾ തടിച്ചപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കണ്ണൊക്കെ നല്ല ചുവച്ചൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ കഥകളി കൂടിയാട്ടം മഞ്ഞാട്ടത്തിനൊക്കെ കണ്ണ് ചോപ്പിക്കാനായിട്ട് പുണ്യാഹ ചുണ്ടയുടെ ചുണ്ടപ്പൂവ് എന്നാണ് പറയാം എടുക്കുന്നത്. ഇനി ഈ പുത്തിരിച്ചുണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. പുണ്യാഹ ചുണ്ടയുടെ പൂവിന് വയലറ്റ് നിറമായിരിക്കും, ഇളം വയലറ്റ്. നമ്മുടെ ഈ പുത്തിരിച്ചുണ്ടയുടെ പൂവിന് വെള്ളപ്പൂവായിരിക്കും കേട്ടോ. അത് കൂടാണ്ട് ഇവിടുത്തെ പൂ കാണാൻ പറ്റും കണ്ടോ. ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് കേട്ടോ. വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മളെ കൃഷി ചെയ്യണവരെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. ഇവിടേക്ക് അങ്ങനെ കൊച്ചി കാച്ചി ഉണ്ട്, നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. തോരൻ വെച്ച് കഴിക്കാറുണ്ട്. കൊണ്ടാട്ടം അധികം ഉണ്ടാക്കാറില്ല, കാരണം എനിക്ക് തോരൻ പ്രിയം കൂടുതലാണ്. അതിൻ്റെ അമ്മൂമ്മ ഒരുപാട് ഈ ചുണ്ടങ്ങ തോരൻ ഉണ്ടാക്കി തരാറുണ്ട്. ആരും ഓർമ്മയുള്ളതുകൊണ്ടോ എന്തോ എനിക്ക് വലിയ ഇഷ്ടമാണ്. പറഞ്ഞു വന്നത് എന്താ, ഇതിൽ നമുക്ക് നല്ല വഴുതിനങ്ങയുടെ കമ്പുകളൊക്കെ ഇതിന് നല്ല കരുത്ത, യാതൊരു കീടബാധയും വരാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വഴുതിനങ്ങ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും. മുളകും ഇതിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാൻ മുളക് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. വഴുതിനങ്ങ ഇതിൽ ചെയ്താൽ, കാരണം ഇതിന് നല്ല കരുത്തുള്ള സസ്യമാണ്. പൂപ്പോൾ വാടി നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് വെള്ളപ്പൂ, ഇതാണ് പുത്തിരിച്ചുണ്ട. ഇനി ഈ ചുണ്ടങ്ങ ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, നീരുവീഴ്ച, കൃമി, ഉദര രോഗങ്ങൾ, അൾസർ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് പ്രതിവിധിയാണ്. ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിലുപരി നമ്മൾ ഈ വിഷമുള്ള ഒരു പച്ചക്കറികളൊക്കെ കഴിക്കുന്നത് എത്രയോ നല്ലതാണ്. ഇത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങൾ കഴിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു രുചിയും ഗുണവും പറഞ്ഞല്ലോ, വയറിന് വളരെ നല്ലതാണ് അത് കഴിക്കാനായിട്ട്. അധികം വേവൊന്നും ഇല്ലാത്ത സുഖാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതൊക്കെ പറഞ്ഞു കിട്ടാനുണ്ടോയെന്ന് വെച്ചാൽ പഴയ വളപ്പുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളപ്പുകളിൽ മാത്രമേ ഇപ്പോൾ ഇതുള്ളൂ. കിട്ടാനില്ല, കാരണം ഇപ്പോൾ പറമ്പുകൾ കുറവാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചുണ്ടങ്ങ കിട്ടിയാൽ കളയരുത്. പണ്ട് ഒരു പഴഞ്ചൊല്ല് കൂടി ഉണ്ട് കേട്ടോ, ചുണ്ടങ്ങ ഉടുത്ത് വഴുതിനങ്ങ വാങ്ങിച്ച ചൊല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ചുണ്ടങ്ങ ഇതാണ് പുത്തിരിച്ചുണ്ട, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് ചതച്ച് നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അമ്മിയിലിട്ട് ചതച്ചാൽ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നിറച്ചൊരു തരി ഇതിൻ്റെ പരിപ്പ് എന്ന് പറയും, കുരു എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഈ തരി ഇത് മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചാൽ പോയി കിട്ടും. ആ വെള്ളം ഒരു വയലറ്റ് കളറാവും. ആ അരി എന്ന് പറയും. ഈ അരിയെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് അതെടുത്ത് 2-3 വട്ടം വൃത്തിയാക്കിയിട്ട് ഓർക്കാം. എപ്പോഴും പുത്തിരിച്ചുണ്ട ഉപയോഗിക്കുമ്പോൾ ശുദ്ധി ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ വളപ്പിലെ ചുണ്ട കണ്ടാൽ വെട്ടിക്കളയരുത്. ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അതിൻ്റെ രുചിഭേദം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, നമസ്കാരം.